ഇപ്പം നല്ലൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റ് അല്ലേ, അപ്പം നല്ല ചൂടായിട്ടൊരു മട്ടൺ സൂപ്പ് കിട്ടിയാലോ, നല്ല വൈബായിരിക്കും അല്ലേ. അപ്പം നമുക്കിന്ന് വേഗം തന്നെ ഒരു മട്ടൺ സൂപ്പ് റെഡിയാക്കാം കേട്ടോ. മട്ടൺ സൂപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോഗ്രാം നല്ല എല്ലായിട്ടുള്ള മട്ടൺ പീസ് എടുത്തിട്ടുള്ളത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മട്ടൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലക്ക, പട്ട, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി ആ പേസ്റ്റ് നമ്മുടെ ഈ മട്ടനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് കുടിക്കുന്ന സമയത്തൊക്കെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എത്രയാണ് വെള്ളം വേണ്ടത് അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കാണും ഒരു 4-5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ മട്ടനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല റെഡിയാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ചെറിയ ജീരകം, 1.5 ടീസ്പൂണ് കുരുമുളക്, പിന്നെ 1 ടീസ്പൂണ് മല്ലിയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പൊടി ഞാനൊരു 2-2.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ കുടിക്കുന്ന സമയത്തൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മുടെ നല്ല ചൂടായിട്ടുള്ള മട്ടൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മട്ടൺ സൂപ്പാണ്. മട്ടൺ സൂപ്പിൻ്റെയൊക്കെ മട്ടൻ്റെ ബെനിഫിറ്റൊക്കെ എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. അപ്പം ഇതിൽ നമുക്ക് കുറച്ചധികം തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന കോൾഡൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഈ മട്ടൺ സൂപ്പ് ഒന്ന് തയ്യാറാക്കി നോക്കൊണ്ടു എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.